ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാല് LP സ്കൂൾ മുറിയക്കണ്ണിയുണ്ട് എന്റെ നാട്ടിൽ തിരുവിഴാങ്കുന്ന് മുറിയക്കണ്ണി സ്കൂളിലെ പ്രവേശനോത്സവം കേട്ടോ. ഇന്നത്തെ പ്രവേശനോത്സവമാണ് കാണിക്കുന്നത്. ഞാൻ പഠിച്ച സ്കൂളാണ്, എന്റെ ഉപ്പ പഠിച്ച സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളാണ്, എന്റെ കുട്ടികൾ പഠിച്ച സ്കൂളാണ്. അപ്പൊ ഞാൻ മോളേറ്റ് വന്നതാണ്. 1ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ 2ാം ക്ലാസ്സിലാണുള്ളത്. അപ്പൊ ഞാൻ മോളേറ്റ് വന്നതാണ്. അപ്പോ ഞാൻ ഇത്രയും കാലം ഷോർട്ട് വീഡിയോസ് ആണ് കുറെ കാലം ഇട്ടത്. ഇപ്പൊ 1 വർഷത്തോളം ഷോർട്ട് വീഡിയോസ് ആണ് ഇട്ടിരുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ അതിനുശേഷം ഞാൻ തുടങ്ങുന്ന ലോങ് വീഡിയോസ് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസ് കാണുക. പിന്നെ മറ്റു നാട്ടിലുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല, കാരണം എന്റെ നാട്ടിലെ സ്കൂൾ തരുന്നത് പ്രവേശനോത്സവമാണ്. പക്ഷെ ഇതിൽ നിന്ന് ഞാൻ കൂടുതലായി കട്ട് ചെയ്ത് കളയില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ നാട്ടിലെ സ്കൂളാണ്. അപ്പോൾ ഈ നാട്ടിൽ ഒരുപാട് പ്രവാസികളുണ്ട്. ഈ പ്രവാസികൾ കൂടുതലുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രവാസികൾക്ക് അവരുടെ കുട്ടികളൊക്കെ കാണാനുള്ള ഒരു അവസരമാണ് അത്. അതുകൊണ്ട് ഞാനൊന്നും ഇതൊന്നും കളയില്ല. ഓക്കെ, ആരാണ്? പിന്നെ ഒരു ഫ്രണ്ട് ശരി. അത് ശരി. മാഷ ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ മുറിയക്കണ്ണി സ്കൂളിൻ്റെ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ പുതിയ പാർക്കിന് എല്ലാ സ്കൂളിലും പാർക്കിലൊക്കെ അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷം. നല്ല കുട്ടികളൊക്കെ അവിടെ നമ്മൾ ഒരു പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കരഞ്ഞതാവുന്ന ഒരു അവസ്ഥയാണ് കാണാറുള്ളത്. പക്ഷേ ഈ ഒരു പ്രവേശനോത്സവത്തിന് അങ്ങനെ 1-2 കുട്ടികൾ മാത്രമാണ് കരയുന്നത്. അതും മറ്റേ LKG വരുന്ന കുട്ടികളാണ് കരഞ്ഞിരുന്നത്. അതിനുശേഷം മറ്റുള്ളവരൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല എനർജറ്റിക്. ഞാൻ കണ്ടപ്പോൾ തന്നെ അന്തം വിട്ടുപോയി. നമ്മളിങ്ങനെ ഒരു പ്രവേശനോത്സവ സമയത്തൊന്നും ഉണ്ടാവാറില്ലല്ലോ, വളരെ അപൂർവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ഈ പാർക്കിൽ കളിക്കാൻ പറ്റുമോ? എൻ്റെ മോൾ തന്നെ എന്നോട് ഒരുപാട് ദിവസം പറഞ്ഞിരുന്നു, പക്ഷേ പാർക്ക് ഉണ്ട് അവിടെ. എന്നിട്ട് ഞങ്ങൾ പുസ്തകം മേടിക്കാൻ പോയപ്പോൾ ആ പാർക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം നൽകുന്നത്. അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞിരുന്നില്ല, പക്ഷേ പെട്ടെന്ന് തന്നെ പക്ഷേ അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ആ പാർക്കിൻ്റെ പണികൾ ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. കുട്ടികൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ വന്ന കുട്ടികളൊന്നും സ്കൂളിൽ കയറാൻ വേണ്ടിയിട്ടല്ല, ആ പാർക്കിലേക്കാണ് അവർക്ക് വന്നിട്ടുള്ളത്. നല്ല സന്തോഷത്തിൽ അവർ കളിക്കുന്നുണ്ടോ. പിന്നെ ഈ പാർക്കിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ പിന്നെ അവർ അത്ര ഫോഴ്സിലാണ് മറ്റുള്ള കുട്ടികൾ ഇതിൽ ഊഞ്ഞാലല്ല മറ്റേത് ഓരോ ഇതിലും പിന്നെ ആടിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോയാലേ ചെറിയ കുട്ടികളല്ലേ. ഞാൻ കാണുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഒരു കുട്ടി ഇങ്ങനെ ഒരു ചെറിയൊരു ആ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങുന്നത്, അവൻ്റെ മുതുകത്ത് ഒന്ന് തട്ടിയിരുന്നു. അപ്പോൾ അവൻ ഭയങ്കര കരച്ചിലൊക്കെ കരഞ്ഞിരുന്നു. അവർ കരയാനുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷേ ഞാൻ ഒഴിഞ്ഞു കൊടുത്തത് ആയപ്പോൾ അവൻ ശരിയായി. അപ്പോൾ വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ നോക്കേണ്ടത് മാഷന്മാരുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. പിന്നെ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്, നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എല്ലാതും. എൻ്റെ മോളാണിത്, അവളും കൂട്ടുകാരി, അവരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അവളാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് മറ്റുള്ളവർ കണ്ടപ്പോൾ അവളതൊന്നും ഒന്നുമല്ല. ഓരോ രക്ഷിതാക്കളും മറ്റേ കുട്ടികളുമായിട്ട് വന്നിട്ട് അവർ വീട്ടിലത്തെ മറ്റേ കുട്ടികളുമായിട്ട് വന്നിട്ടൊക്കെ നല്ലൊരു പാർക്കിൽ വന്നവർ നമ്മുടെ മലമ്പുഴ കാഞ്ഞിരപ്പുഴ ഇവിടെയൊക്കെ പാർക്കിൽ വന്നൊരു അനുഭൂതിയായിരുന്നു. പിന്നെ കുട്ടികൾക്ക് അസംബ്ലി തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾ ആദ്യം നിർത്തുന്നുണ്ട്. KG 1 വന്ന കുട്ടികളൊക്കെ ആദ്യം നിർത്തുന്നുണ്ട്. അവർ ചിലരൊക്കെ കരയുന്നുണ്ട് കേട്ടോ. രക്ഷിതാക്കളൊക്കെ ഭയങ്കര ഒരു ആകാംക്ഷ എടുക്കുന്ന ഒരു ഉത്കണ്ഠ ആകാംക്ഷ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. പിന്നീട് ഇങ്ങനെ ഓരോ കുട്ടികളെയും കൊണ്ട് നിർത്തുന്നുണ്ട്. ഞാൻ അവർക്ക് പ്രത്യേക ഒരു ചെറിയൊരു സ്കൂളിൻ്റെ ഇതിലെ ക്യാപ്പും ഇതൊക്കെ കൊടുത്തിരുന്നു. അതൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കൊച്ചു കുട്ടികളല്ലേ, ചെറിയ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതാണ് പറയുന്നത്, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കണം. നമ്മൾ ചിലപ്പോൾ ഒരാൾക്കൊരു 10,000 രൂപ കൊടുത്തിട്ട് കാര്യമില്ല, പക്ഷേ ആൾക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് നമ്മളെപ്പോഴും അവരുടെ സന്തോഷത്തിൽ അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിലൊക്കെ നമ്മളവിടെ പങ്കുചേരുക. അതുപോലെ തന്നെ അവർക്കൊരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. ഇന്ന് എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? എന്താണ്? സ്കൂള് തുറക്കാം അല്ലെ? അതിന് പേര് പറയലുണ്ട് നമ്മൾ. എന്താണ്? പ്രവേശനോത്സവം. ബാനറൊക്കെ അവിടെ പ്രവേശനോത്സവം അല്ലെ? എന്താ പ്രവേശനോത്സവത്തിന്റെ മുദ്രാവാക്യം അറിയോ? ഒന്നിച്ചൊന്നായി ഒന്നാവാം. എന്താണ്?
ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. എന്താണ്? ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. എന്താ പറയണേ? എല്ലാവരും ഒന്നാവണം. എല്ലാവരും അല്ലേ? ഇന്നിപ്പോ എല്ലാവരും കളിച്ചു അല്ലേ? ഇന്ന് നമ്മള് ഒരു ദിവസമൊക്കെ തരും, ഒരു ദിവസം ഒരു ക്ലാസ്സിന്. പുതിയ വർഷത്തിന്റെ ഒരു പ്രത്യേകത എന്താ? ഒരു ദിവസം പോലും സ്കൂൾ മറക്കാൻ പാടില്ല. അതാണ് സ്കൂളില്ലാത്ത നമ്മൾ മറക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ലെങ്കിലേ മടങ്ങിയിരിക്കല്ലേ അല്ലേ? ശനി ഞായറൊക്കെ നമുക്ക് അവധി. പനിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, പനിയാണ് നിങ്ങളുടെ ടീച്ചറോട്, പനിയാണെന്ന് ടീച്ചർക്ക് തോന്നി കള്ളപ്പ ദിവസം ഫുള്ളായിട്ട് നമ്മള് സ്കൂളിൽ ഉണ്ടാവണം. ഓക്കെ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, രക്ഷിതാക്കളെ സ്വാഗതം ചെയ്യുന്നു, ടീച്ചേഴ്സിനെ, എല്ലാ നമ്മുടെ PTA കമ്മിറ്റി മെമ്പർമാരെ എല്ലാവരും വന്നിട്ടുണ്ട്, മാനേജ്മെന്റ് പ്രതിനിധികളുണ്ട്, എല്ലാവരെയും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, എല്ലാവരെയും. അതുപോലെ ഇന്നത്തെ ഈ പ്രവേശനോത്സവത്തിന് നമ്മുടെ വിശിഷ്ട അതിഥി തൊട്ടടുത്ത CPA UP സ്കൂള്, ഉപ്പറാജി സ്കൂൾ എന്ന് പറയാം അല്ലേ? CPA UPS എന്നാണ് അതിന്റെ പേര്. PTA കമ്മിറ്റി മെമ്പർമാരുണ്ട്, രക്ഷിതാക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, എല്ലാവരെയും സ്വാഗതം ചെയ്യും. ചെറുതായിട്ട് രണ്ടു വാക്ക് കുഞ്ഞിതമായി സംസാരിക്കും കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കെല്ലാവരും. അതിനു മുമ്പായിട്ട് പ്രാർത്ഥന ഉണ്ട് കേട്ടോ. പ്രാർത്ഥന ചെല്ലുമ്പോ എങ്ങനെ നിൽക്കേണ്ടത് മറന്നിട്ടില്ലല്ലോ? 2 മാസം കൊണ്ട് അറ്റൻഷൻ ആയിട്ടല്ലേ? ഓക്കെ. എല്ലാവർക്കും ഒരു ചെറിയ സമ്മാനം ഉണ്ട് കേട്ടോ, ചെറിയ തൊപ്പി ക്ഷേക്കാം. അപ്പത്തെ എല്ലാ ക്ലാസ്സിലെയും സ്നേഹബഹുമാനമുള്ള നമ്മുടെ സ്കൂളിലെ മാനേജർ പ്രതിനിധികളെ, അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ, നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അതുപോലെ തന്നെ PTA അംഗങ്ങളെ, പ്രിയമുള്ള കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ നവാഗതരായ മുഖ്യാതിഥികളായ 1ാം ക്ലാസ്സുകാർ, നമ്മുടെ ഹെഡ് മാസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടില്ലേ? ഈ വർഷത്തെ നമ്മൾ ഒന്നിച്ചൊന്നായി ഒന്നാവണം എന്നുള്ളതും കുഞ്ഞുഭാഷ കവിതയ്ക്ക് പറഞ്ഞു കേട്ടു. ഇനി ഞാൻ എനിക്ക് അഭിഭാഷമായി പാട്ട് പാടാനും അറിയില്ല. ഒരു 10-15 വർഷമായി പാട്ടൊക്കെ പാടി പോലുള്ള കുട്ടികളുണ്ട്. അപ്പൊ വലിയ വലിയ കുട്ടികളെ പഠിക്കുന്ന പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് അധികം പാട്ടൊന്നും പാടുന്നില്ല. ഒരു പാട്ട് ചെറിയൊരു പാട്ട് പാടാം. 90 നിങ്ങളുടെയൊക്കെ അമ്മമാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 90 നമ്മള് ഒരു സാക്ഷരത നടപ്പാക്കിയിരുന്നു, സമ്പൂർണ്ണ സാക്ഷരത. അതിന് പാട്ട്, ചെറിയ പാട്ട്. എന്തിനീരത ഇപ്പോൾ തുടങ്ങുവിൽ എല്ലാം നിങ്ങൾ പഠിക്കേണം. നിങ്ങൾ പാടുവോ? നിങ്ങൾ പാടില്ലേ? പാടിയേ. അത് പാടി. എന്തിനീരത ഇപ്പോൾ തുടങ്ങുവിൽ എല്ലാം നിങ്ങൾ പഠിക്കേണം. തയ്യാറാകുവിൻ ഇപ്പോൾ തന്നെ, ആജ്ഞാശക്തിയായി മാറിയിടാൻ. നിങ്ങൾക്ക് ആജ്ഞാശക്തിയും ആത്മവിശ്വാസമുള്ള നല്ല നമ്മുടെ രാജ്യത്തിന്റെ നവശക്തിയായി മാറുന്ന കൊച്ചു മനസ്സിലാണ് നമ്മുടെ പ്രവേശനോത്സവം. എല്ലാം കൊണ്ടും ഇപ്പോൾ സന്ദേശം പറയുമ്പോൾ വാർത്തയിലായിട്ട് ഇംഗ്ലീഷിൽ ചൊല്ലുന്നുണ്ട്. ഇതിലൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അപ്പൊ അതിനു മുമ്പ് ഈ വിദ്യാലയത്തിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായ ഈ
അധ്യാപകത്വവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്കൂളിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമാണ്. നിങ്ങൾക്കൊക്കെ സന്തോഷം എങ്ങനെ നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോൾ ഈ സ്കൂളിലേക്ക് ക്ലാസ്സുകളൊക്കെ അപ്പൊ കണ്ടോ, കുട്ടികളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടാണ്. നമ്മൾ അവിടെ കുട്ടികളുടെ ആരെങ്കിലും പാട്ട് പാടുന്നവരുണ്ടോ എന്ന് ചോദിച്ചുള്ളൂ. അപ്പൊ ഇതിന് കുറെ കുട്ടികളുണ്ട്. കുറെ വീഡിയോസ് എനിക്ക് മിസ്സായിട്ടുണ്ട്. 2, 3 വീഡിയോസ് എനിക്ക് മിസ്സായിട്ടുണ്ട്. അത്ര ഇതായിട്ടാണ് കുട്ടികളൊക്കെ. പിന്നെ അതിനുശേഷം നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അവര് സിദ്ദിഖാക്കു പിന്നെ മിഠായി വിതരണം അതൊക്കെ നടത്തിയിരുന്നു. As the ladies first. ക്ലാസ്സിലേക്ക് ടീച്ചർമാരോട് ടീച്ചർമാർ നിങ്ങളുടെ കൂടെ വരും കേട്ടോ, എന്നിട്ട് പോയാൽ മതി. ടീച്ചർമാര് മാഷന്മാര് ടീച്ചർമാര് അപ്പൊ നമ്മുടെ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞാണ്ട് അവരെ പാട്ടും ഇതൊക്കെ കഴിഞ്ഞ് ദേശീയ ഗാനം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവരെ ക്ലാസ്സിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവർ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.